Morning. Good morning, Miss. Good morning, Miss. Good morning. ഓക്കെ, അപ്പൊ നമ്മള് ഏതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് അതിൽ പറഞ്ഞത്? ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം. മിയ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? മിയ ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, വെർ ഇസ് മിയ? മിയ എവിടെ? ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. അതിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പഠിച്ചത്? സന്ധ്യ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? യെസ് മാം, കേൾക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റവുമായിട്ട് റിലേറ്റഡ് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ? ഹെൽത്ത് കെയർ സിസ്റ്റം 3 types ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, പിന്നെ ടെറിഷ്യറി സെക്ടർ എന്ന് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി സെക്ടറിൽ നമ്മൾ ബേസിക്കലി ഹെൽത്ത് കെയറിന്റെ ഫെസിലിറ്റീസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെന്റർ ഒക്കെ. രണ്ടാമത്തെ സെക്കൻഡറി സെക്ടറിൽ നമ്മൾ ട്രീറ്റ്മെന്റ്, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ളതാണ് സെക്കൻഡറി സെക്ടറിൽ വരിക. അത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ താലൂക്ക് ഹോസ്പിറ്റലിലൊക്കെ. നെക്സ്റ്റ് ടെറിഷറി സെക്ടർ, അതിൽ നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, സർജറീസ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് ഈ സെക്ടറിൽ വരിക. എക്സാമ്പിൾ പറയുന്ന മെഡിക്കൽ കോളേജ്, അങ്ങനെയാണ് എക്സാമ്പിൾ ആയിട്ട് വരിക. പേരെന്താ? ജിദ. സുജ. ജിദ. ഓക്കെ ജിദ, വെരി ഗുഡ്. പിന്നെ നമ്മള് ഇന്ത്യയിലെ ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു അത്? ആയുഷ്. ഓക്കെ, ആയുഷ്. ഏതായിരുന്നു ആയുഷിൽ ഏതൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്? ആയുർവേദ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി അഥവാ ഹോമിയോപ്പതി. ഓക്കെ, അപ്പൊ ആയുഷ് എന്താണ്? ആയുഷ്, what do you mean by ആയുഷ്? Ministry of Government of India. Ministry of Government of India. ഓക്കെ, അതെന്താണ് ഫോം ചെയ്തത്? ആയുഷ് എന്നാണ് ഫോം ചെയ്തത്? 2014 November 9. 2014 November 9. നമ്മൾ ആയുർവേദനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ആയുർവേദ? ആയുർവേദ മീൻസ് എന്താണ്? സയൻസ് ഓഫ് ലൈഫ്. ഓക്കെ, ജീവിതത്തിന്റെ സയൻസ് ഓഫ് ലൈഫ് എന്നാണ് അല്ലേ? ആയുർവേദം എന്താ പറയുന്നത്? പഞ്ചഭൂതാസ്. ഓക്കെ, സ്പിരിച്വൽ ആയിട്ട് 5 elements, components and ആയിട്ടുള്ള എല്ലാ ആസ്പെക്റ്റിനെയും കൺസിഡർ ചെയ്തിട്ടാണ് ഇതിൽ ട്രീറ്റ്മെന്റ് ആയാലും അല്ലെങ്കിൽ സിംറ്റംസ് കണ്ടെത്തലായാലും എല്ലാം നടത്തുന്നത് ഈ എല്ലാ ആസ്പെക്റ്റിനെയും കൺസിഡർ ചെയ്തതിന് ശേഷമാണ്. യോഗ എന്തായിരുന്നു? യോഗ യോഗയില് യോഗ എന്തായിരുന്നു? സയൻസ്. യുനാനി എന്തായിരുന്നു? യുനാനി സിസ്റ്റത്തിൽ എന്താ പറയുന്നത്? യുനാനി എന്തായിരുന്നു? യുനാനി ഗ്രീക്ക് മെഡിസിൻ. രോഗികളെ ആരോഗ്യപരമായി പരിപാലിക്കുക. ഹിപ്പോക്രാറ്റസ്. ഓക്കെ, ഹിപ്പോക്രാറ്റസ്. യുനാനിയിൽ എന്താ പറയുന്നത്? 4 elements: blood, bile, black bile, phlegm. ബ്ലഡ്, ഇതിലേതെങ്കിലും ഉണ്ടാകുന്ന വേരിയേഷൻ ആണ് ഒരാൾക്ക് രോഗമുണ്ടാകുന്നതിന് കാരണം. ഈ 4 എലമെന്റ്സിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ആണ് ഒരാൾക്ക് ഡിസീസസ് വരാൻ കാരണം. ഇതിലുണ്ടാകുന്ന വേരിയേഷൻസ് ആണ്. പിന്നെ സിദ്ധ സിസ്റ്റം എന്തായിരുന്നു?
ചതുർദോഷ സിദ്ധാന്തവും ചതുർഭുജ സിദ്ധാന്തവും. യുനാനിയിലല്ലേ നമ്മൾ പറഞ്ഞത്? Three elements. പഞ്ചമഹാഭൂതങ്ങൾ. ത്രീ എലമെന്റ്സ് ഏതൊക്കെയായിരുന്നു? Variation in these elements cause diseases. അപ്പൊ ഈ 3 എലമെന്റ്സിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ആണ് സിദ്ധയില് രോഗം വരുന്നതെന്നാണ് സിദ്ധ പറയുന്നത്. ഓക്കെ, അത് നാച്ചുറോപ്പതി. ലാസ്റ്റ് വൺ ഈസ് നാച്ചുറോപ്പതി. എന്താ പറയുന്നത്? എങ്ങനെയാണ് ഒരാൾക്ക് നാച്ചുറോപ്പതിയില് Because of toxic elements. എന്തോ Because of toxic പദാർത്ഥങ്ങൾ അടിഞ്ഞുകൂടുന്നതിലൂടെയാണ് ശരീരത്തിൽ അസുഖങ്ങൾ വരുന്നത്. അപ്പൊ ഈ അസുഖം വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ഈ എലമെന്റ്സിനെ ഒഴിവാക്കണം ശരീരത്തിൽ നിന്ന്. അതിനെന്താ ചെയ്യേണ്ടത്? എന്താ ഫോളോ ചെയ്യേണ്ടത്? change lifestyle and food habits. ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് ക്ലിയർ അല്ലേ? ഹെൽത്ത് കെയർ ട്രഡീഷണൽ. ഓക്കെ, ഹെൽത്ത് കെയർ ട്രഡീഷണൽ സിസ്റ്റം. യെസ് മാം, ക്ലിയർ ആണ്. നമ്മളപ്പോ നെക്സ്റ്റ് എന്താണ് പോകുന്നത്? മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ഏതാണ് ഇന്ത്യയിലെ മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റം? അലോപ്പതി. മരുന്ന്. ഓക്കെ, അലോപ്പതിയിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പൊ ഇതിലെന്താ പറയുന്നത്? Okay, the modern healthcare system in India includes a public sector, private sector and an informal network of care providers. എന്താണ് അതിൽ പറയുന്നത്? ഈ മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തില് എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്? പബ്ലിക് സെക്ടർ ഉണ്ട്. ഓക്കെ, പ്രൈവറ്റ് സെക്ടർ ഉണ്ട്. പിന്നെ ഏതാണ്? നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് ഉണ്ട്. എന്താണ് പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞാല്? അത് ആര് റൺ ചെയ്യുന്നതായിരിക്കും? പബ്ലിക് സെക്ടർ ഗവൺമെന്റ് റൺ ചെയ്യുന്നതാണ് അല്ലേ? ഗവൺമെന്റ് മാനേജ് ചെയ്യുന്ന സെക്ടർ ആണ് ഹെൽത്ത് കെയർ സിസ്റ്റം ആണ് പബ്ലിക്. ഓക്കെ, ദെൻ പ്രൈവറ്റ് ആണെങ്കിൽ എന്താണ്? പ്രൈവറ്റ് എങ്ങനെയാണ്? Management. ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ കമ്പനീസോ ആയിരിക്കും അത് മാനേജ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, പ്രൈവറ്റ്. ദെൻ എന്താണ്? നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്. എന്താണ് നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. ട്രെയിനിങ് ലഭിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടില്ലാത്ത അങ്ങനെയുള്ള ഈ പീപ്പിൾ എന്തെന്ന് കെയർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, കെയർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താണ് കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സ് എന്നൊക്കെ പറയില്ലേ? വോളണ്ടിയേഴ്സ് ഇങ്ങനെ പ്രായമായവർ അല്ലെങ്കിൽ വികലാംഗരെ, അങ്ങനെ ആരുമില്ലാത്തവരെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ, ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സ് ഉണ്ട്. ഇപ്പൊ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്. ഓക്കെ, അവർക്ക് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷനോ ഒന്നും ഉണ്ടായിരിക്കില്ല. ക്ലിയർ ആയോ ആരാണ് നെറ്റ്വർക്കേഴ്സ് എന്ന്? നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണ്? പ്രൈവറ്റ് സെക്ടർ ഉണ്ട്, ദെൻ പബ്ലിക് സെക്ടർ ഉണ്ട്, പിന്നെ ഏതാണ്? നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡർ. ഓക്കെ, അപ്പോ ഇന്ത്യ ഹെൽത്ത് സിസ്റ്റം ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു 3 ഡിസ്റ്റിങ്ക്ട് ഫേസ്. ഇന്ത്യയിലെ ഈ ഹെൽത്ത് സിസ്റ്റത്തെ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 3 ഫേസില് 3 ഘട്ടങ്ങളായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യും. കാണുന്നില്ല. ഓക്കെ, സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ഹെൽത്ത് സിസ്റ്റത്തിനെ എത്ര ഫേസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? അല്ലെങ്കിൽ 3 ഘട്ടങ്ങളായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഘട്ടം ഏതാണ്? ഇൻ ദ ഇനീഷ്യൽ ഫേസ് ഓഫ് 1947 to 1983. അപ്പൊ ഏതാണ് ഫസ്റ്റ് ഫേസ്? ഏതാണ്? 1947 മുതൽ 1983 ആ പീരീഡ് ആണ് ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ഇന്ത്യയിലെ ഹെൽത്ത് സിസ്റ്റത്തിന്റെ ഫസ്റ്റ് ഫേസ് ഏതാണ്? From 1947 to 1983. Okay, health policy was thought to be based on two broad principles. അപ്പൊ ഈ ഘട്ടത്തിൽ എന്താണ്? 2 ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്. രണ്ട് ബേസിക് പ്രിൻസിപ്പിൾസിൽ പറയുന്നുണ്ട്. ഈ 1947 to 1983 ഈ ഫേസിൽ 2 പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. എന്താണ് പറയുന്ന പ്രിൻസിപ്പിൾസ്? None should be denied health care because of the lack of pay. എന്താണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത്? ഒരാളും എന്താണ് പണമില്ലാത്തതിന്റെ പേരിൽ ഒരാൾക്കും ചികിത്സ നിഷേധിക്കപ്പെടരുത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ്? 1947 to 1983 പറയുന്ന ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ്?
ഒരാൾക്ക് പോലും പണമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ നിഷേധിക്കപ്പെടരുത്. ഓക്കെ, നെക്സ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ്? ഇറ്റ് വാസ് ദ മോറൽ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ടു പ്രൊവൈഡ് ഹെൽത്ത് കെയർ ടു ദ പീപ്പിൾ. ഓക്കെ, എന്താണ്? ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ്, ഒരു മോറൽ ഡ്യൂട്ടിയാണ്. അവിടുത്തെ എല്ലാ പീപ്പിളിനും, എല്ലാ ആളുകൾക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ആ ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, മോറൽ ഡ്യൂട്ടിയാണ്. അപ്പൊ രണ്ട് പ്രിൻസിപ്പിൾ ഏതൊക്കെയാണെന്ന് ക്ലിയർ ആയോ? ഏതൊക്കെയായിരുന്നു? ഫസ്റ്റത്തെ എന്തായിരുന്നു? ഒരാൾക്ക് പോലും പണമില്ലാത്തതിന്റെ പേരിൽ എന്താണ്? ചികിത്സ നിഷേധിക്കപ്പെടരുത്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്താണ് അതിൽ പറയുന്നത്? അവിടുത്തെ പീപ്പിളിന് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? അവിടുത്തെ ഗവൺമെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയോ? Then this phase saw moderate achievements. ഓക്കെ, അപ്പൊ ഈ ഫേസിൽ എന്താണ്? മെച്ചപ്പെട്ട ചില അച്ചീവ്മെന്റ്സ് ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം ചോട്ടെ, ഈ ദിസ് ഫേസ് സോ മോഡറേറ്റ് അച്ചീവ്മെന്റ് എന്താണ് മീനിങ് എന്ന് പറഞ്ഞുതരാമോ? അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഫേസിൽ, ഈ ഫസ്റ്റ് ഫേസിൽ എന്താണ്? മെച്ചപ്പെട്ട ചില അച്ചീവ്മെന്റ്സ് ഒക്കെ കണ്ടു തുടങ്ങി. മെച്ചപ്പെട്ട ചില അച്ചീവ്മെന്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് ഫസ്റ്റ് ഫേസിലാണ്. ഓക്കെ, ഇപ്പൊ രണ്ട് പ്രിൻസിപ്പിൾ പറഞ്ഞു. ഈ രണ്ട് പ്രിൻസിപ്പിളും പിന്നെന്താണ്? ചില മാറ്റങ്ങളൊക്കെ ഈ ഫസ്റ്റ് ഫേസിൽ കണ്ടു തുടങ്ങി. ഈ പ്രിൻസിപ്പിൾ കൊണ്ടുവന്നതോടുകൂടി ചില മാറ്റങ്ങൾ ഈ ഫേസിൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ദെൻ ദ സെക്കൻഡ് ഫേസ് എന്താണ്? സെക്കൻഡ് ഫേസ് ഫ്രം 1983 to 2000. ഏതാണ് ആ ഫേസ്? ആ പീരീഡ് ഏതാണ്? സെക്കൻഡ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? 1983 to 2000. 1983 മുതൽ 2000 വരെയുള്ളതാണ് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഫസ്റ്റ് ഫേസ് ഏതായിരുന്നു? 1947 to 1983. ഓക്കെ, ആ ഫേസ്, ആ പീരീഡ് നമ്മൾ മാറിപ്പോവരുത് കേട്ടോ, ഈ ഏഴ്സ് തമ്മിൽ. ഇപ്പൊ സെക്കൻഡ് ഫേസ് 1983 to 2000 ആണ്. A national health policy was proclaimed for the first time in 1983. അപ്പൊ ഈ സെക്കൻഡ് ഫേസിലെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഏതാണ്? ഒരു നാഷണൽ ഹെൽത്ത് പോളിസി ഈ ഫേസിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. 1983 ഒരു നാഷണൽ ഹെൽത്ത് പോളിസി, ദേശീയ ആരോഗ്യ നയം പ്രഖ്യാപിക്കപ്പെട്ടത് 1983 ഓക്കെ, which pronounced clearly the need to encourage private initiative in healthcare service delivery. The policy also intensified the access to publicly funded primary health care. എന്താണ് അതിൽ പറയുന്നത്? ഫസ്റ്റ് ഒരു ദേശീയ നയം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അത് ഏതിലാണ്? ഏത് ഇയറിലാണ്? 1983. പിന്നെന്താണ് പറയുന്നത്? ഈ പ്രൈവറ്റ് സെക്ടേഴ്സിന്റെ, ഓക്കെ, ഈ പ്രൈവറ്റ് സെക്ടേഴ്സിന്റെ പ്രൈവറ്റ് സെക്ടറിനെ എൻകറേജ് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഈ പോളിസി പറയുന്നുണ്ട്. അതുവരെ പബ്ലിക് സെക്ടർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ പ്രൈവറ്റ് സെക്ടറിന്റെ ആഗമനം ഏത് ഫേസിലാണ്? സെക്കൻഡ് ഫേസിലാണ്. ഈ പോളിസിയിലൂടെ പ്രൈവറ്റ് സെക്ടേഴ്സിന് ഈ ഹെൽത്ത് കെയർ മേഖലയിലോട്ട് ഒരു അവസരം കിട്ടുകയാണ്. ഓക്കെ, ഒരു ആക്സസ് കിട്ടുകയാണ്. ക്ലിയർ ആയോ? അതായത് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്, ഹെൽത്ത് കെയർ സർവീസിൽ സ്വകാര്യ സംരംഭങ്ങളെ എൻകറേജ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ നാഷണൽ ഹെൽത്ത് പോളിസിയിൽ വ്യക്തമാക്കുന്നത്. ക്ലിയർ ആയോ? ഇതിൽ എന്താണ്? ഫസ്റ്റ് ഒരു 1983 ഒരു ദേശീയ ആരോഗ്യ നയം, നാഷണൽ ഹെൽത്ത് പോളിസി നിലവിൽ വന്നു. ഓക്കെ, പ്രഖ്യാപിച്ചു. അതിലെന്താണ് മെയിൻ ആയിട്ട് പറയുന്നത്? പ്രൈവറ്റ് സെക്ടേഴ്സിനെ ഈ മേഖലയിലോട്ട് കൊണ്ടുവരണം. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? ഫെസിലിറ്റേറ്റിംഗ് എക്സ്പാൻഷൻ ഓഫ് ഹെൽത്ത് ഫെസിലിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ് ത്രൂ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാം ആണ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം, NHPS. അപ്പൊ NHPSലൂടെ ഈ റൂറൽ ഏരിയാസിലെ, ഗ്രാമീണ മേഖലകളിൽ എന്തുകൊണ്ട് വന്നു? ഹെൽത്ത് ഫെസിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിലൂടെ റൂറൽ ഏരിയാസിൽ ഹെൽത്ത് ഫെസിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്തു. അതും ഈ സെക്കൻഡ് ഫേസിൽ നടന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ഫേസിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഫസ്റ്റ് എന്തായിരുന്നു? ഹെൽത്ത് പോളിസി ഫസ്റ്റ് ടൈം നാഷണൽ ഹെൽത്ത് പോളിസി പ്രഖ്യാപിക്കപ്പെട്ടു, ദേശീയ നയം കൊണ്ടുവന്നു, പ്രൈവറ്റ് സെക്ടേഴ്സ് ആരോഗ്യ നയം, മേഖലയിലേക്ക് പ്രൈവറ്റ് സെക്ടേഴ്സിനെ എൻകറേജ് ചെയ്യേണ്ട പ്രാധാന്യത്തെ കുറിച്ച് പോളിസി പറയുന്നുണ്ട്.
സെക്ടേഴ്സിനെ ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെന്തായിരുന്നു? നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്. ഈ പ്രോഗ്രാംസിലൂടെ ഗ്രാമീണ മേഖലയില് ഒരു മോട്ടിവേഷൻ കൊണ്ടുവന്നു. ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തു അവിടെ. ഓക്കെ, അപ്പൊ അതുവരെ നമുക്കറിയാം പബ്ലിക് സെക്ടർ ആണ് ഹെൽത്ത് കെയർ സിസ്റ്റം മാനേജ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ പ്രൈവറ്റ് സെക്ടേഴ്സിന്റെ എൻകറേജ് ചെയ്യാൻ തുടങ്ങിയത്? പ്രൈവറ്റ് സെക്ടേഴ്സിന് ഈ മേഖലയിലോട്ട് കൊണ്ടുവരാനുള്ള കാരണം എന്തായിരിക്കാം? ഈ റൂറൽ ഏരിയാസിലോട്ട് എല്ലാ മേഖലകളിലോട്ടും ഈ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ ഗവൺമെന്റിന് സാധിക്കാത്തത് മൂലം. ഓക്കെ, പല ആളുകൾക്കും മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം, ട്രീറ്റ്മെന്റ് ലഭിക്കാതെ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിന്റെ കുറവായിരിക്കാം. ഓക്കെ, അപ്പോ അതുമൂലം എന്താണ്, പ്രൈവറ്റ് സെക്ടേഴ്സിനെ കൂടി ഈ മേഖലയിലോട്ട് കൊണ്ടുവരാനായിട്ട് ഈ നയം കാരണമായി, ഈ പോളിസി വഴിവെച്ചു. ഓക്കെ, ക്ലിയർ ആണോ? അത് സെക്കൻഡ് ഫേസ് ക്ലിയർ ആയോ? ഓക്കെ, ദെൻ ദ തേർഡ് ഫേസ് എന്ന് മുതലാണ്? പോസ്റ്റ് 2000 ആണ്. 2000 മുതലാണ് നമ്മൾ സ്റ്റിൽ ഇപ്പോൾ ഏത് സ്റ്റേറ്റിലാണ്, ഏത് സ്പേസിലാണുള്ളത്? തേർഡ് ഫേസിലാണ്. ക്ലിയർ ആയോ? 2000 മുതലാണ് തേർഡ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോഴും ഏത് തേർഡ് ഫേസിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തേർഡ് ഫേസിൽ എന്താ പറയുന്നത്? Witnessing a further shift and widening of focus, the current phase addresses main issues such as public-private partnership, liberalization of insurance sector, and the government as a financier. Okay, അപ്പൊ എന്താ അതിൽ പറയുന്നത്? ഈ തേർഡ് ഫേസ് അഡ്രസ് ചെയ്യുന്ന മെയിൻ ഇഷ്യൂസ് ഏതൊക്കെയായിരുന്നു? പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, ലിബറൈസേഷൻ ഓഫ് ഇൻഷുറൻസ് സെക്ടർ ആൻഡ് ഗവൺമെന്റ് ആസ് എ ഫിനാൻഷ്യർ. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്താണ് അതിൽ പറയുന്നത്? പബ്ലിക്കും പ്രൈവറ്റും എന്നാണ്, പൊതു പങ്കാളിത്തം. ഓക്കെ, അവരുടെ പൊതു പങ്കാളിത്തം. പിന്നെ എന്താണ്? ലിബറലൈസേഷൻ ഓഫ് ഇൻഷുറൻസ് സെക്ടർ. ലിബറലൈസേഷൻ മീൻസ് എന്താണ്? ഇൻഷുറൻസ് സെക്ടറിനെ ഉദാരവൽക്കരിച്ചു. ഓക്കെ, അപ്പൊ ഈ തേർഡ് ഫേസ് അഡ്രസ് ചെയ്യുന്ന മെയിൻ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്, പങ്കാളിത്തത്തോടെയുള്ള, അതായത് പ്രൈവറ്റ് പബ്ലിക് സെക്ടറിന്റെ പങ്കാളിത്തത്തോടെയുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം. ഓക്കെ, അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റിൽ. ഓക്കെ, പിന്നെന്താണ്? ഇൻഷുറൻസ് സെക്ടറിനെ ലിബറലൈസ് ചെയ്തു. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഗവൺമെന്റ്, അതുവരെ നമ്മുടെ ഗവൺമെന്റ് പബ്ലിക് സെക്ടർ ആയിരുന്നു മാനേജ് ചെയ്തിരുന്ന ഹെൽത്ത് കെയർ സിസ്റ്റത്തെ. അപ്പൊ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ പുറമേ നിന്ന് വേറൊരു അല്ലെങ്കിൽ വേറൊരു കമ്പനിക്കോ ഒരു ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ തടസ്സമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ലിബറലൈസേഷൻ കൊണ്ടുവന്നതോടുകൂടി എന്തായി? എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും എല്ലാ കൺട്രോളും ഈ ഗവൺമെന്റ് പിൻവലിച്ചു. ഓക്കെ, ഇൻഷുറൻസ് സെക്ടർ എന്തായി? ലിബറൽ ആയി, ഫ്രീ ആയി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ലിബറലൈസേഷൻ കൊണ്ടുവന്നതോടുകൂടി എന്ത് പറ്റി? വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനീസിന് വരെ ഇൻഷുറൻസ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. ഓക്കെ, ഹൈ കോമ്പറ്റീഷൻ ആയി. അപ്പൊ ഹൈ കോമ്പറ്റീഷൻ കൂടുമ്പോൾ എന്ത് പറ്റി? ചിലവ് കുറവ് വന്നു. പിന്നെന്താണ്? ധാരാളം നല്ല മെച്ചപ്പെട്ട സേവനങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ക്ലിയർ ആയോ? ലിബറലൈസേഷൻ ഓഫ് ഇൻഷുറൻസ് സെക്ടർ. ഇൻഷുറൻസ് സെക്ടറിൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ കൺട്രോൾസും എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഗവൺമെന്റ് പിൻവലിച്ചു. അതിലൂടെ എന്ത് പറ്റി? ധാരാളം കമ്പനീസിന് അവിടെ ആ മേഖലയിൽ മൂലധനം നിക്ഷേപിക്കാൻ സാധിച്ചു. ഓക്കെ, അപ്പൊ ഒരു ഹൈ കോമ്പറ്റീഷൻ വന്നു ഇന്ത്യയിൽ. അപ്പൊ ഈ ഹൈ കോമ്പറ്റീഷൻ ആർക്കാണ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയത്? അവിടുത്തെ ആളുകൾക്കാണ്. എല്ലാ ആളുകൾക്കും എന്താണ്? ഏതെങ്കിലും ഒരു ഇൻഷുറൻസിൽ പങ്കാളിത്തം ഉറപ്പാക്കാൻ കഴിഞ്ഞവർക്ക്. ഓക്കെ, ക്ലിയർ ആയോ? RSBY അങ്ങനെ ഇൻഷുറൻസ് സ്കീം ഒക്കെ കേട്ടിട്ടില്ലേ? ഗവൺമെന്റുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുള്ള ഇൻഷുറൻസ് പോളിസീസ് ഒക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ ഇതിനുള്ള ഫണ്ട്, ഓക്കെ, ഇതിനുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ആരായിരുന്നു? ഗവൺമെന്റ് ആണ് ഇതിനു വേണ്ടിയുള്ള ഫണ്ട് കണ്ടെത്തുന്നത്. ക്ലിയർ ആയോ? തേർഡ് ഫേസ് ക്ലിയർ ആയോ? മാം ഒന്നോടെ പറയോ? പറയാം. അപ്പൊ നമ്മള് ഫസ്റ്റ് ഫേസിൽ എന്താ പറഞ്ഞത്? ഫസ്റ്റ് ഫേസ് ഏതാണ്? ഫ്രം ഏത് ഇയർ? തേർഡ് ഫേസ് മൊത്തം വായിക്കാൻ പറ്റുന്നില്ല, ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? എന്തോ? തേർഡ് ഫേസ്. ഓക്കെ, സ്ക്രോൾ ചെയ്യാവോ? തേർഡ് ഫേസ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? അതെ. ഫസ്റ്റ് ഫേസ് എവിടുന്ന സ്റ്റാർട്ട് ചെയ്യണത്? ഏത് ഇയറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്?
1947 1947 to 1983. 1947 to 1983. ഫസ്റ്റ് ഫേസിൽ എന്താ പറയുന്നത്? രണ്ട് പ്രിൻസിപ്പൽസ് അല്ലാത്തതിന്റെ പേരിൽ ഒരാൾക്കും ചികിത്സ നിഷേധിക്കരുത്. ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ് അവിടെ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെ മെച്ചപ്പെട്ട അച്ചീവ്മെന്റ്സ് കണ്ടു തുടങ്ങിയത് ഈ പ്രിൻസിപ്പിൾ കൊണ്ടുവന്നതോടുകൂടി. ആ ഫസ്റ്റ് ഫേസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഈ രണ്ട് പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, ഈ രണ്ട് പ്രിൻസിപ്പിൾ വെരി ഇമ്പോർട്ടന്റ് ആണ് അതിൽ. ഓക്കെ, ദെൻ സെക്കൻഡ് ഫേസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സെക്കൻഡ് ഫേസ് 1983 to 1983 to 2000 വരെയാണ്. അവിടെ എന്താ പറയുന്നത്? നാഷണൽ ഹെൽത്ത് പോളിസി നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്തു. നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം സെക്ടേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു. നമ്മുടെ ദേശീയ ആരോഗ്യ നയം നാഷണൽ ഹെൽത്ത് പോളിസി പ്രൊക്ലെയിം ചെയ്തത് ഏത് ഇയറിലായിരുന്നു? 1983. എന്തിനു വേണ്ടിയാണ് ഈ പോളിസി കൊണ്ടുവന്നത്? റൂറൽ ഏരിയ പ്രൈവറ്റ് സെക്ടേഴ്സിനെ എൻകറേജ് ചെയ്യേണ്ട പ്രാധാന്യത്തെ കുറിച്ച്. പ്രൈവറ്റ് സെക്ടേഴ്സിന് ഈ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഈ പോളിസി വിശദീകരിക്കുന്നുണ്ട്. ഓക്കെ, അതായിരുന്നു ഈ പോളിസിയുടെ നയം. ഓക്കെ, ദെൻ പിന്നെന്താ പറയുന്നത്? നാഷണൽ ഹെൽത്ത് കെയർ പ്രോഗ്രാമിലൂടെ ഓക്കെ, അപ്പൊ റൂറൽ ഏരിയാസിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് എക്സ്പാൻഡ് ചെയ്യാനും ഈ നയം കാരണമായി. ഓക്കെ, ദെൻ തേർഡ് ഫേസ് എന്താ പറയുന്നത്? ഇവിടെ അഡ്രസ് ചെയ്യുന്ന മെയിൻ ഇഷ്യൂ പ്രൈവറ്റ് സെക്ടറിനെയും പബ്ലിക്കിനെയും പങ്കാളിത്തത്തോടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം ആണ്. ഒരു പാർട്ട്ണർഷിപ്പിലാണ് ഇപ്പൊ നടന്നു പോകുന്നത് ഹെൽത്ത് കെയർ സിസ്റ്റം. ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സിസ്റ്റം എങ്ങനെയാണ്? ഒരു പാർട്ട്ണർഷിപ്പിൽ, ഒരു പൊതു പങ്കാളിത്തത്തോടു കൂടിയാണ് ഇപ്പൊ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ലിബറലൈസേഷൻ ഓഫ് ഇൻഷുറൻസ് സെക്ടർ. എന്താണ് ഇൻഷുറൻസ് സെക്ടറിൽ ഉണ്ടായിരുന്ന എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഗവൺമെന്റ് പിൻവലിച്ചു. ഇതോടുകൂടി ഇൻഷുറൻസ് സെക്ടർ ഫ്രീ ആയി. അപ്പോ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പിൻവലിച്ചപ്പോ എന്താണ് ബെനിഫിറ്റ് ഉണ്ടായത് ആളുകൾക്ക്? എല്ലാവർക്കും ഈ പോളിസി ഇൻഷുറൻസിൽ പങ്കെടുക്കാൻ സാധിച്ചു. ഓക്കെ, ഇൻഷുറൻസ് പോളിസിയിൽ എല്ലാവർക്കും ഇൻഷുറൻസ് പോളിസി കിട്ടാൻ തുടങ്ങി. അതിനുള്ള ഫണ്ട് കണ്ടെത്തിയത് ഫിനാൻഷ്യർ ആരായിരുന്നു? ഫിനാൻഷ്യർ ആയിട്ട് നമ്മുടെ ഗവൺമെന്റ് ആണ് റോൾ എടുക്കുന്നത്. അതിനുള്ള ഫണ്ട് കണ്ടെത്തിയിരുന്നത് ഗവൺമെന്റ് ആയിരുന്നു. അപ്പൊ ഈ 3 ഫേസസ് ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? ദ ഹെൽത്ത് കെയർ സ്ക്രീൻ ക്ലിയർ അല്ലേ? The healthcare infrastructure in rural areas being developed as a 3-tier system. Okay. അപ്പൊ എന്താ പറയുന്നത്? റൂറൽ ഏരിയാസിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചേഴ്സിനെ മെയിൻലി എങ്ങനെയാണ്? 3 തട്ടുകളായിട്ടാണ്, 3 ടയേഴ്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 3 ടയേഴ്സ്, 3 തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. എവിടത്തെ? റൂറൽ ഏരിയയിലെ. ഓക്കെ, റൂറൽ ഏരിയയിലെ അടിസ്ഥാന സൗകര്യങ്ങളെ 3 തട്ടുകളാക്കിയാണ് തിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? സബ് സെന്റേഴ്സ്. നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും ഇത്. സബ് സെന്റേഴ്സ് എന്താണ് സബ് സെന്റേഴ്സിൽ പറയുന്നത്? In rural areas, health sub-centers make up the institutional basis of primary care. എന്താണ്? റൂറൽ ഏരിയാസിലെ സബ് സെന്റേഴ്സിന്റെ ഡ്യൂട്ടി എന്താണ്? ബേസിക് പ്രൈമറി കെയർ. പ്രൈമറി കെയർ, ബേസിക് ആയിട്ടുള്ള കെയർ പ്രൊവൈഡ് ചെയ്യുക. which typically perform the basic medical services. എന്തൊക്കെയായിരിക്കാം? ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുക. ഓക്കെ, ഇതേപോലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവർ ചെയ്തിരുന്നത്. ആൻഡ് റെഫറൽ സബ് സെന്റേഴ്സ് ആർ യൂഷ്വലി ടെമ്പററി സ്ട്രക്ചേഴ്സ്. നമ്മുടെ ഹോസ്പിറ്റൽസ് പോലെ 24 hours ഇത് വർക്കിംഗ് ആണോ? സബ് സെന്റേഴ്സ് 24 hours വർക്കിംഗ് ആണോ? ടെമ്പററി സ്ട്രക്ചർ ഇതിനുള്ളത്. ഓക്കെ, അതെങ്ങനെയാണ്? എംപ്ലോയിങ് 1-2 കെയർ വർക്കേഴ്സ് ഇൻ മോസ്റ്റ് ലൊക്കേഷൻ. എത്ര വർക്കേഴ്സ് ഉണ്ടായിരിക്കാം? മേ ബി 1-2 വർക്കേഴ്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ, സബ് സെന്റേഴ്സിൽ.
ഓക്കെ, അപ്പൊ ഈ റൂറൽ ഏരിയയിലെ ഇൻഫ്രാസ്ട്രക്ചറിനെ 3 ടയേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ആണ് സബ് സെന്റർ. അപ്പൊ സബ് സെന്ററിന്റെ പ്രത്യേകത എന്താണ്? ബേസിക് ആയിട്ടുള്ള പ്രൈമറി കെയർ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ച് അവയർനെസ് കൊടുക്കുക. ഓക്കെ, അപ്പൊ അതിൽ ഒരു ടെമ്പററി സ്ട്രക്ചർ ആണത്, താൽക്കാലികമാണ്. ഓക്കെ, ദെൻ എംപ്ലോയിങ് 1 or 2 കെയർ വർക്കേഴ്സ് ആയിരിക്കും ഓരോ ലൊക്കേഷനിലും, 1 or 2 ജീവനക്കാരെ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, then each sub-center is supposed to provide indispensable for up to 5,000 individuals. എത്ര ആളുകൾക്ക് വരെ ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി അതിനുണ്ട്? 5,000 ഇൻഡിവിജ്വൽസ്. ഓക്കെ, അപ്പൊ 5,000 ഇൻഡിവിജ്വൽസ് ഉള്ള ആ ഏരിയയിൽ ഒരു സബ് സെന്റർ ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ? ഈ സബ് സെന്റർ നിൽക്കുന്ന ആ ലൊക്കേഷനിലെ 5,000 ഇൻഡിവിജ്വൽ ആയിരിക്കും. ക്ലിയർ ആണോ അത്? ഓക്കെ മാം, ക്ലിയർ ആണ്. സബ് സെന്റർ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എന്താണ്? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്. എന്താണ് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്? പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങള്. അതിന്റെ PHC എന്നാണ് പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞാൽ PHC. PHC ആർ യൂഷ്വലി സ്മോൾ, അബൌട്ട് 5 ബെഡ്സ്. എന്താണ്? താരതമ്യേന ചെറുതാണ്. ഒരു 5 ബെഡ്സ്, 5 കിടക്കകളുള്ള ഒരു ബിൽഡിംഗ് ആയിരിക്കും ഈ പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത്. and 1 or 2 qualified doctors, 1 or 2 ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും അവിടെ. and 14 പാരാമെഡിക്സ് ആൻഡ് സപ്പോർട്ട് സ്റ്റാഫ്, 14 nurses ഉണ്ടായിരിക്കാം. ഓക്കെ, then PHC primary health centers typically a referral unit for a sub-center cluster of about 6 സബ് സെന്ററുകളുടെ ക്ലസ്റ്റർ ആണ്, ഒരു കൂട്ടത്തെയാണ് നമ്മൾ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് എന്താണ്? 6 സബ് സെന്റർ ഉള്ള ഒരു ഏരിയയിൽ ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? 5 ബെഡ് ഉള്ള ഒരു ചെറിയൊരു ബിൽഡിംഗ്, ഒരു ചെറിയ ഹോസ്പിറ്റൽ ആണിത്. ക്ലിയർ ആണോ? 6 സബ് സെന്റേഴ്സിന്റെ ഒരു കൂട്ടമാണ്, ഒരു ക്ലസ്റ്റർ ആണ് പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത്. then അവിടെ എത്ര ആളുകൾക്കായിരിക്കാം? മാഡം 6 മനസ്സിലായില്ല. 6 സബ് സെന്ററുകളുടെ ക്ലസ്റ്റർ. അതായത് ഈ പ്രൈമറി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എവിടെയാണ്? 6 സബ് സെന്ററുകൾ വരുന്ന ഒരു ഏരിയയില് ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ സബ് സെന്റർ എന്താന്ന് പറഞ്ഞു? ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നവര്. അങ്ങനെയുള്ള ഒരു 6 സബ് സെന്ററുകളുടെ ഒരു കൂട്ടം ആ ഒരു ലൊക്കേഷനിലായിരിക്കും ഈ പ്രൈമറി ഹെൽത്ത് സെന്റർ ലൊക്കേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി മാഡം. ഓക്കെ, പിന്നെന്താ പറയുന്നത്? നേരത്തെ നമ്മൾ സബ് സെന്ററിൽ എത്ര ആളുകളാണ്? 5,000 ഇൻഡിവിജ്വൽസിനാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വേറെ പ്രൈമറി ഹെൽത്ത് സെന്ററിലോ 30,000 പീപ്പിൾ. ഓക്കെ, 30,000 പീപ്പിളിനാണ് അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നത്? സ്മോൾ ആണ്, അബൌട്ട് 5 ബെഡ്, ഒരു ചെറിയ 1 or 2 ഡോക്ടേഴ്സ് ഉണ്ടാവും, 2 ക്വാളിഫൈഡ് 16 ഡോക്ടേഴ്സ് nurses ഉണ്ടാവും. ആയിരിക്കും. 6 സബ്സ്റ്റൻസുകളുള്ള പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ടാവുക. നമ്മുടെ വീടിനടുത്തേക്ക് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടല്ലേ? ചെറിയ ബെഡ് ആയിരിക്കും, ചെറിയ ഒരു ബിൽഡിംഗ് ആയിരിക്കും, 1 or 2 ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കുന്ന ഒരു ചെറിയൊരു ബിൽഡിംഗ് ആയിരിക്കും, 5 കിടക്കകളുള്ള ഒരു ചെറിയ ബിൽഡിംഗ്. ഓക്കെ, അതിന് ആ ഹോസ്പിറ്റലിനെയാണ് നമ്മൾ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറയുന്നത്. 1 or 2 ഡോക്ടേഴ്സും 14 നഴ്സസ് ഉണ്ടായിരിക്കും. പിന്നെന്താണ്? 6 സബ് സെന്ററുകളുടെ ഒരു കൂട്ടം, ഒരു ക്ലസ്റ്റർ ആണ് ഈ പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത്. പിന്നെ എത്ര ആളുകൾക്ക്, എത്ര ഇൻഡിവിജ്വൽസിനാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? 30,000. 30,000 പീപ്പിളിനാണ് അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഏതാണ്? നമ്മൾ 3 ടയർ ആണെന്ന് പറഞ്ഞു. ഫസ്റ്റ് ടയർ ഏതായിരുന്നു? സബ് സെന്റർ ആണ്. സെക്കൻഡ് ഏതാണ്? Primary health പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ്. തേർഡ് ഏതാണ്? community health centers. Okay. The secondary sector of the Indian healthcare system contains rural hospitals and community health centers.
ഇത് നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. പ്രൈമറിയിൽ എന്തായിരുന്നു പറയുന്നത്? ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, അതായത് ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ആയിരുന്നു അവർ പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്? അവയർനെസ്, ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ് പ്രോഗ്രാം, അവയർനെസ് പ്രോഗ്രാം, ഇമ്മ്യൂണൈസേഷൻ. നമ്മുടെ ഹെൽത്തിൽ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? ഹെൽത്തിൽ ആശാ വർക്കേഴ്സ് ഉണ്ട് ഇല്ലേ? ഹെൽത്തില് നമ്മുടെ വീടിനടുത്തില്ലേ ഹെൽത്ത് സെന്റർ ഇല്ലേ? പരിസരങ്ങളിലുള്ള ഇമ്മ്യൂണൈസേഷൻ, വാക്സിനേഷൻ ഒക്കെ എടുക്കുന്നു. വാക്സിനേഷൻ, പ്രഗ്നൻസി ലേഡീസിന്റെ പോളിയോ, പ്രഗ്നന്റ് ലേഡീസിന്റെ ൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. വുമനെയും ചൈൽഡിനെയും അല്ലെങ്കിൽ പ്രായമായ ആളുകളെയാണ് അല്ലേ? പിന്നെ മന്ത്ലി ആശാ വർക്കേഴ്സ് വിസിറ്റ് ചെയ്യാറുണ്ടോ? നമ്മുടെ വീടുകളിലൊക്കെ എന്തിനാ? അത് അവയർനെസ് തരാനായിട്ട് ഓരോ രോഗങ്ങളെ കുറിച്ചൊക്കെ, ഡെങ്കു, എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോന്ന് അറിയാനായിട്ടും. അസുഖങ്ങളുണ്ടോന്ന് അറിയാൻ വരും. പിന്നെന്താണ്? മഴക്കാല പൂർവ്വ ശുചീകരണത്തെ കുറിച്ച് നമുക്ക് അവയർനെസ് ക്ലോറിനേഷൻ. വെരി ഗുഡ്. ക്ലോറിനേഷന് വേണ്ടി ഓക്കെ. അതെ, ക്ലോറിനേഷന് വേണ്ടി വരും. പിന്നെ BP ഒക്കെ ചെക്ക് ചെയ്യാറുണ്ടോ? പ്രായമായ ആളുകൾക്ക് BP, ഷുഗർ ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് വരാറുണ്ട്. ഓക്കെ. അപ്പൊ ഇതേപോലുള്ള ബേസിക് ഹെൽത്ത് കെയർ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ആര്? ഈ പ്രൈമറി സെക്ടർ, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആണ് അതിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഈ പ്രൈമറി സെക്ടറിലെ ഒരു എക്സാമ്പിൾ ചോദിച്ചതാണ് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്. ക്ലിയർ ആയോ? പ്രൈമറി സെക്ടറിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് പ്രൈമറി ഹെൽത്ത് സെന്റർ പറയാം. ഓക്കെ, അവര് ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡറി സെക്ടർ ഉണ്ട്. സെക്കൻഡറി സെക്ടർ എന്താ ചെയ്യുന്നത്? ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് കോംപ്ലക്സ് ഡിസീസസ് ഒഴിച്ചുള്ള ചെറിയ അസുഖങ്ങളെ അവർ ട്രീറ്റ് ചെയ്യുന്നില്ല. ചെറിയ അസുഖങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് ഈ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, സെക്കൻഡറി സെക്ടർ ആണ്. അപ്പൊ ഈ സെക്കൻഡറി സെക്ടറിൽ വരുന്നത് ഏതൊക്കെയാണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. ഓക്കെ, ഇതൊക്കെ സെക്കൻഡറി സെക്ടറിലാണ് വരുന്നത്. ദെൻ ഫൈനൽ വൺ ആയിരുന്നു ടെറിഷറി സെക്ടർ. കോംപ്ലക്സ് ആയിട്ടുള്ള ഓക്കെ, അതെവിടെയാണ്? ഈ ടെറിഷറി സെക്ടറിലാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെഡിക്കൽ കോളേജ്. ഓക്കെ, മെഡിക്കൽ കോളേജ്. ഓക്കെ, അപ്പൊ ഈ സെക്കൻഡറി സെക്ടറിൽ വരുന്ന ഒരു വിഭാഗമാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. ഓക്കെ, ക്ലിയർ ആയോ? നമ്മൾ താലൂക്ക് ഹോസ്പിറ്റലൊക്കെ അപ്പൊ അതിൽ വരുന്ന ഒരു വിഭാഗമാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. സെക്കൻഡറി സെക്ടറിൽ വരുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ ദ സെക്കൻഡറി സെക്ടർ ഓഫ് ദ ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റം കണ്ടെയ്ൻസ് റൂറൽ ഹോസ്പിറ്റൽ ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. ആൻഡ് ദ CHCS എന്താണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. CHCS സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ സർവീസസ് ആർ മീൻ ഫോർ 1,20,000 പീപ്പിൾ. എത്ര പേർക്കാണ് ഇവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? 1,20,000 people. 20,000 പീപ്പിൾ. അപ്പൊ നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് താലൂക്ക് ഹോസ്പിറ്റൽ, ഈ ചെറിയ ഹോസ്പിറ്റൽസ് ഇല്ലേ, അത് വന്ന് മനസ്സിലോട്ട് ഓടി വരണം. അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, 1,20,000 പീപ്പിളിനാണ് അവര് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെന്താണ്? എത്ര ബെഡ് ഉണ്ടായിരിക്കും? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ഓർ CHC ആർ ഹാവ് അറ്റ്ലീസ്റ്റ് 30 ബെഡ്. ഏറ്റവും കുറഞ്ഞത് എത്രയാണ്? 30 ബെഡ്സ് എങ്കിലും ഉണ്ടായിരിക്കും. ദെൻ ഓപ്പറേഷൻ തിയേറ്റർ, ലബോറട്ടറി, എക്സ്റേ ഫെസിലിറ്റീസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് 4 മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? ഇപ്പോ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ക്ലിയർ ആയോ?
ഒന്നും കൂടി പറയോ? ഓക്കെ, സെക്കൻഡറി സെക്ടറിൽ വരുന്ന ഒരു വിഭാഗമാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. നമ്മൾ താലൂക്ക് ഹോസ്പിറ്റലൊക്കെ പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ CHC. ഓക്കെ, പിന്നെന്താ അവർ പറയുന്നത്? 1,20,000 പീപ്പിളിന് ഇവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ എത്ര ബെഡ് ഉണ്ട്? അറ്റ്ലീസ്റ്റ് 30 ബെഡ്സ്. ഓക്കെ, 30 ബെഡെങ്കിലും കുറഞ്ഞത് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടായിരിക്കും, ലബോറട്ടറീസ്, എക്സ്റേ ഫെസിലിറ്റീസ് ഒക്കെ ഇത്തരം ഹോസ്പിറ്റൽസിൽ ഉണ്ടായിരിക്കും. ഓക്കെ, മേജർ സർജറി ഒക്കെ ആണെങ്കിൽ നമ്മൾ ഏത് സെക്ടറിലോട്ടും? ടെറിഷറി സെക്ടർ, മെഡിക്കൽ കോളേജ്. ഓക്കെ, മേജർ സർജറി ഒക്കെ ആണെങ്കിൽ ആ വിഭാഗത്തിലോട്ടാണ് പോകുന്നത്. ക്ലിയർ ആയോ? ഈ 3 ടയേഴ്സ് ഏതൊക്കെയാണെന്ന് ക്ലിയർ ആയോ? സബ് സെന്റേഴ്സ്, പ്രൈമറി ഹെൽത്ത് സെന്റർ ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഏതൊക്കെയായിരുന്നു? റൂറൽ ഏരിയാസിലെ ഇൻഫ്രാസ്ട്രക്ചറിനെ എത്രയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 3 types. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഏതാണ്? പ്രൈമറി ഹെൽത്ത് സെന്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. ഓക്കെ, സബ് സെന്റർ എന്താണ്? സബ് സെന്ററിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുക, ഹെൽത്തി ഹാബിറ്റ്സ് അവയർനെസ് കൊടുക്കുക. വർക്കേഴ്സ് കാണും. 500 സബ് സെന്റേഴ്സ് 24 അവേഴ്സും വർക്കിംഗ് ആണോ? വർക്കിംഗ് അല്ല. ഒരു ടെമ്പററി സ്ട്രക്ചർ ആണത് അല്ലേ? പിന്നെന്താണ്? 5000 ആളുകൾക്ക് ഉണ്ടായിരിക്കും. 1-2 വർക്കേഴ്സ് ആയിരിക്കും ആ ലൊക്കേഷനിൽ ഉണ്ടായിരിക്കുന്നത്. ആ സബ് സെന്റേഴ്സിൽ 1-2 വർക്കേഴ്സ് ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ എത്രയാണ്? എത്ര അവര് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൈമറി ഹെൽത്ത് സെന്ററിൽ എന്താ പറയുന്നത്? പ്രൈമറി ഹെൽത്ത് സെന്ററിൽ 5 കിടക്കാനുള്ള ഒരു 5 ബെഡ്, ചെറിയൊരു ക്വാളിഫൈഡ് ഡോക്ടർ കാണും. പിന്നെ 14 നേഴ്സ് കാണും. ഒരു കൂട്ടം ഇൻഡിവിജ്വൽസിനെയാണ് പറയുന്നത്. പിന്നെ 6 സബ് സെന്ററിലുള്ള കൂട്ടത്തിലാണ് അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സബ് സെന്റേഴ്സിൽ ഒരു ക്ലസ്റ്റർ ആണിത്. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്? എത്ര ബെഡുകൾ? 6 ബെഡ്സ് ആണെന്ന് പറഞ്ഞു. 5 ബെഡ്സ്. 2 ക്വാളിഫൈഡ് 30,000 പീപ്പിളിനാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. 30,000 പീപ്പിൾസിനാണ് അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെന്റർ എന്താ പറയുന്നത്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. സെക്കൻഡറി സെക്ടറിൽ വരുന്നതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെക്ടറിലാണ് വരുന്നത്. 2,000 പീപ്പിൾ സർവീസ് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പീപ്പിൾസിന് സർവീസ് പ്രൊവൈഡ് 30 ബെഡ് കുറഞ്ഞ ഓപ്പറേഷൻ ചെയ്ത ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഏത് സെക്ടറിലാണ് ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ വരുന്നത്? മനീഷ, എന്താ മാഡം? ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ നമ്മൾ 3 സെക്ടേഴ്സ് ആക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ? അതിൽ ഏത് സെക്ടറിലാണ് ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ വരുന്നത്? സെക്കൻഡറി സെക്ടറിൽ. സെക്കൻഡറി സെക്ടറിലാണ് ഇത് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. പിന്നെ എന്താണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ സെക്കൻഡറി സെക്ടറിലാണ് വരുന്നത്. അവിടെ 1,20,000 പീപ്പിൾസിന് അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ 30 ബെഡ് ഉണ്ടായിരിക്കും. ഓപ്പറേഷൻ 30 ബെഡ്സ്. അതുകൂടാതെ ഓപ്പറേഷൻ തിയേറ്റർ, എക്സ്റേ ഫെസിലിറ്റീസ്, ലബോറട്ടറി എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു മെഡിക്കൽ സ്പെഷ്യലിസ്റ്റും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണല്ലോ? ഈ 3 കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മോഡേൺ അലോപ്പതിയിലോട്ട് എത്തി. അലോപ്പതിയിൽ എന്താ പറയുന്നത്?
എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അലോപ്പതി എന്ന് പറയുന്നത്? പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ ആൻഡ് ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്. Private sector, informal net. പബ്ലിക് സെക്ടർ ഉണ്ട്. പിന്നെ എന്താണ് പ്രൈവറ്റ് സെക്ടർ അയൽമ പബ്ലിക് സെക്ടർ എന്താണ്? ഗവൺമെന്റ് മാനേജ് ചെയ്യുന്നു. ഓക്കെ, ഗവൺമെന്റ് മാനേജ് ചെയ്യുന്നതാണ് പബ്ലിക് സെക്ടർ. ദെൻ പ്രൈവറ്റ് സെക്ടർ എന്താണ്? ഇൻഡിവിജ്വൽ മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കമ്പനി. ഓക്കെ, കമ്പനി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും അത് മാനേജ് ചെയ്യുന്നത്, പ്രൈവറ്റ് സെക്ടർ. ഓക്കെ, ദെൻ പിന്നെ തേർഡ് ഏതാണ്? നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്. എന്താണ് നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്? ആരാണ് അവര്? എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. എങ്ങനെ ട്രെയിൻഡ് ആയിട്ടുള്ള പീപ്പിൾ ആണോ? സന്നദ്ധ സംഘടനകൾ എന്നൊക്കെ പറയില്ലേ, വോളണ്ടിയേഴ്സ്. വോളണ്ടിയേഴ്സ്. ഓക്കെ, പ്രായമായവർക്ക് വേണ്ടിയും അവരെ സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ എന്താണ് കിടപ്പിലായ രോഗികളേക്ക് സപ്പോർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പാണിത്. ഓക്കെ, അത് അത്തരത്തിലുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അപ്പൊ 3 പറഞ്ഞു. പബ്ലിക് സെക്ടർ ഉണ്ട്, പ്രൈവറ്റ് സെക്ടർ ഉണ്ട്, പിന്നെന്താണ് ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്. പിന്നെ ഹെൽത്ത് സിസ്റ്റത്തിൽ, ഇന്ത്യയിലെ ഹെൽത്ത് സിസ്റ്റത്തിനെ 3 ഡിസ്റ്റിങ്ക്ട് ഫേസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഇനീഷ്യൽ ഫേസ് ഓഫ് 1947. ഈ ഫസ്റ്റ് ഫേസ് എപ്പോഴാ സ്റ്റാർട്ട് ചെയ്യുന്നത്? 1947 to 1980. എല്ലാവരും ആഷ്ന കണ്ടിന്യൂ ചെയ്യും, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ മാഡം. ഫസ്റ്റ് 1947 to 1983. ഇതിലെന്ന് പറയുന്ന രണ്ടെണ്ണമാണുള്ളത്. 1947 തുടങ്ങുന്നത്. അതിന്റെ പ്രത്യേകത എന്താ? ഈ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അതിനകത്ത് ആർക്കും ചികിത്സ നിഷേധിക്കരുത്. 1947. യെസ്. അതിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട് ആ ഇയറിന്. എന്താണത്? ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം കിട്ടിയത് ഇന്ത്യക്ക്. സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ ആഷ്ന? ഓക്കെ മാഡം. ഓക്കെ, പറഞ്ഞോളൂ. അപ്പം അതിനകത്ത് വെച്ചാൽ ആർക്കും ചികിത്സ നിഷേധിക്കരുത്, എല്ലാവർക്കും തുല്യമായിട്ട് തന്നെ പറയുന്നത്. ഏതാണ്? രണ്ട് പ്രിൻസിപ്പിൾ ഉണ്ട്, അത് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, 2 പ്രിൻസിപ്പിൾ ആണ് ഫസ്റ്റ് സ്റ്റേജിൽ പറയുന്നത്. ഫസ്റ്റ് ഫേസിൽ ഏതൊക്കെയാണ് 2 പ്രിൻസിപ്പിള്? അതിൽ ഒന്നാമത്തെ പ്രിൻസിപ്പിളാണ് ഞാൻ ആർക്കും ചികിത്സ നിഷേധിക്കാതെ തന്നെ എല്ലാവർക്കും ചികിത്സ ഉണ്ടാവണം. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാല് ഗവൺമെന്റ് ഏറ്റെടുക്കണം, ചികിത്സയൊക്കെ ഗവൺമെന്റ് ഏറ്റെടുക്കണം. രണ്ട് പ്രിൻസിപ്പിൾ അതിൽ പറയുന്നത് പണത്തിന്റെ പേരിൽ, പണമില്ലാത്തതിന്റെ പേരിൽ ഒരാൾക്ക് പോലും ചികിത്സ നിഷേധിക്കപ്പെടും. ഓക്കെ, സെക്കൻഡ് എന്തായിരുന്നു? ഗവൺമെന്റ് ഏറ്റെടുക്കണം. ഇപ്പൊ ചികിത്സയൊക്കെ റെസ്പോൺസിബിലിറ്റി ആണ്, ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ടുള്ള 2 ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾ. ക്ലിയർ അല്ലേ? ഓക്കെ ആഷ്ന. നമ്മുടെ നെക്സ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്. ഓക്കെ, സ്റ്റാർട്ടഡ് ഫ്രം 1983 to 2000. ഏതാണ് സെക്കൻഡ് ഫേസ്? ആ കാലഘട്ടം, ആ പീരീഡ് ഏതാണ്? 1983. ഓക്കെ, രാജി. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. രാജി. ഓക്കെ, 1983 to 2000 ആണ്. രാജി എവിടെ? വേർ ഇസ് രാജി? യെസ് മാം. പറഞ്ഞോളൂ. സെക്കൻഡ് ഫേസ് എന്താണ്? സെക്കൻഡ് ഫേസിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? അവിടെ ഫസ്റ്റ് നാഷണൽ ഹെൽത്ത് പോളിസി കൊണ്ടുവന്നു. 1983 കൊണ്ടുവന്നത്. 83 ഫസ്റ്റ് ദേശീയ ആരോഗ്യ നയം അല്ലെങ്കിൽ നാഷണൽ ഹെൽത്ത് പോളിസി പ്രഖ്യാപിക്കപ്പെട്ടത്. ഓക്കെ, അതിന്റെ പ്രത്യേകത എന്തായിരുന്നു? എന്തിനു വേണ്ടിയാണ് ഈ നാഷണൽ പോളിസി കൊണ്ടുവന്നത്? എന്തായിരുന്നു ഈ ദേശീയ ആരോഗ്യ നയം എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു? പ്രൈവറ്റ് സെക്കൻഡറി കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു. എന്താണ്?
എന്താണ് എന്തായിരുന്നു ഈ നാഷണൽ ഹെൽത്ത് പോളിസിയുടെ എയിം എന്തായിരുന്നു? പ്രൈവറ്റ് സെക്ടേഴ്സിനെ എൻകറേജ് ചെയ്യേണ്ട പ്രാധാന്യത്തെ കുറിച്ച് ഓക്കെ പോളിസിയിൽ പറയുന്നു. എന്താണ് അതിൽ പറയുന്നത് രാജി? പ്രൈവറ്റ് സെക്ടറിന് ഈ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരേണ്ടതിന്റെ അവർ എൻകറേജ് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഈ നാഷണൽ ഹെൽത്ത് പോളിസിയിൽ പറയുന്നത്. 1983 ഫോം ചെയ്ത ഈ പോളിസിയിൽ പറയുന്നത് എന്താണ്? പ്രൈവറ്റ് സെക്ടറിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. ഈ മേഖലയിലോട്ട് അതുവരെ ആരായിരുന്നു റൺ ചെയ്തിരുന്നത്, മാനേജ് ചെയ്തിരുന്നത്? ഗവൺമെന്റ് ആയിരുന്നു, പബ്ലിക് സെക്ടർ ആയിരുന്നു. ഓക്കെ, അപ്പൊ പ്രൈവറ്റ് സെക്ടറിനെ കൂടി ഈ മേഖലയിലോട്ട് കൊണ്ടുവരണം, അതിനെ എൻകറേജ് ചെയ്യാനുള്ള ഒരു നയമായിരുന്നു ഇത്. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയായിരിക്കും ഈ പ്രൈവറ്റ് സെക്ടേഴ്സിനെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ മേഖലയിലോട്ട്? എന്തുകൊണ്ടായിരിക്കാം? നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ എന്തുകൊണ്ടാണ് ഈ മേഖലയിലോട്ട് പ്രൈവറ്റ് സെക്ടേഴ്സിനെ അവർ ഇൻവൈറ്റ് ചെയ്യാൻ കാരണം എന്തായിരിക്കാം? റൂറൽ ഏരിയാസിലെ ഹെൽത്ത് ഫെസിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് എന്താണ് ഹെൽത്ത് ഫെസിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, എല്ലാ മേഖലയിലേക്കും എത്തിപ്പെടാനായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിന് കഴിയാതെ വന്നപ്പോൾ എന്താണ് ഈ പൊതു പങ്കാളിത്തത്തോടുകൂടി ഇത്തരം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ അവർ തീരുമാനിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ദേശീയ ആരോഗ്യ നയം, നാഷണൽ ഹെൽത്ത് പോളിസി കൊണ്ടുവന്നത്. ക്ലിയർ ആയോ രാജി? ക്ലിയർ ആണോ? ക്ലിയർ ആയി. ഓക്കെ, then തേർഡ് ഫേസ് എന്തായിരുന്നു എൽമ? തേർഡ് ഫേസില് അഡ്രസ് ചെയ്യുന്ന മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് പ്രൈവറ്റിന്റെയും പബ്ലിക്കിന്റെയും ഒരു പങ്കാളിത്തത്തോടുകൂടിയുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം ആയിരുന്നു. ഓക്കെ, റൂറൽ ഏരിയാസിൽ നമ്മൾ ഈ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ഏത് പ്രോഗ്രാമിലൂടെയാണത്? നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം. ഓക്കെ, NHP. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാം ആണ്. ഇമ്മ്യൂണൈസേഷൻ ഇംപ്രൂവ് ആക്കാൻ, ന്യൂട്രീഷൻസ് ഇംപ്രൂവ് ആക്കാൻ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. ആ പ്രോഗ്രാംസിൽ ഒന്നാണ് റൂറൽ ഏരിയാസിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ കണ്ടിന്യൂ ചെയ്തോളൂ. തേർഡ് ഫേസ് എന്ന് മുതലാണ് തേർഡ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 2000. ഇപ്പൊ നമ്മൾ ഏത് ഫേസിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? 2000 ഫേസ്. ഓക്കെ, അപ്പൊ നമ്മൾ തേർഡ് ഫേസിലാണ് ഇപ്പോ. ഓക്കെ, ഫേസ്. അപ്പൊ എന്താണ് അതിൽ പറയുന്നത്? പബ്ലിക്കിന്റെയും പ്രൈവറ്റിന്റെയും പങ്കാളിത്തത്തോടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം ആണ് ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ ലിബറൈസേഷൻ, ഇൻഷുറൻസിൽ ഒരു ലിബറൈസേഷൻ കൊണ്ടുവന്നതോടുകൂടി ഇൻഷുറൻസ് മേഖല ഫ്രീ ആയി. ഇൻഷുറൻസ് സെക്ടറിൽ ഉണ്ടായിരുന്ന എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഗവൺമെന്റ് പിൻവലിച്ചു. അതോടുകൂടി എല്ലാ പോളിസി നമുക്ക് കിട്ടിത്തുടങ്ങി. അതിലുള്ള ഫണ്ട് കണ്ടെത്തിയിരുന്നത് ആരാണ്? ഗവൺമെന്റ്. ഓക്കെ, ഗവൺമെന്റ് ഇതിനു വേണ്ടി പൈസ കൊടുക്കുന്നതിന് പകരം, ക്യാഷ് കൊടുക്കുന്നതിന് പകരം എന്താ ഇൻഷുറൻസ് സ്കീംസുകൾ പ്രൊവൈഡ് ചെയ്തു തുടങ്ങി. ഓക്കെ, ദെൻ പിന്നെന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഹെൽത്ത് കെയർ സിസ്റ്റത്തെ, റൂറൽ ഏരിയാസിലെ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചറിനെ 3 ടയർ ആക്കി നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അത് ഏതൊക്കെയായിരുന്നു? സബ് സെന്റേഴ്സ്, പ്രൈമറി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. സബ് സെന്റർ എന്തായിരുന്നു? ഇതൊരു പ്രൈമറി കെയർ, താൽക്കാലിക ബേസിക് കെയർ പ്രൊവൈഡ് ചെയ്യുക. രാജി, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. രാജി. യെസ് മാം. പറഞ്ഞോളൂ, എന്തായിരുന്നു സബ് സെന്ററിന്റെ എയിം? എന്താണ് സബ് സെന്റർ? എങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെയായിരിക്കാം അതിൽ? ബേസിക് ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കാം? ഹെൽത്തിന്റെ ആയിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ എന്താണ്? ഓക്കെ, 1-2 വർക്കേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. പിന്നെ പെർമനന്റ് സ്ട്രക്ചർ ആണോ അല്ലെങ്കിൽ 24 hours വർക്കിംഗ് ആണോ? അല്ല 24 hours വർക്കർ അല്ല. ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ട്, ആ ടൈമിലാണ് അത് ഓപ്പൺ ചെയ്യുള്ളൂ അല്ലേ? ഓക്കെ, പിന്നെന്താ പറയുന്നത്? പിന്നെ എത്ര ഇൻഡിവിജ്വൽ? 5000.
5,000 ആളുകൾക്കാണ് അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൊവൈഡ് ചെയ്യുന്നത്. ഉള്ള ഒരു ഏരിയയിൽ എന്തുണ്ടായിരിക്കും? ഒരു സബ് സെന്റർ ഉണ്ടായിരിക്കും. ആ ലൊക്കേഷനിൽ ഒരു സബ് സെന്റർ ഉണ്ടായിരിക്കും. പ്രൈമറി ഹെൽത്ത് സെന്റർ എന്താണ്? പ്രൈമറി ഹെൽത്ത് സെന്റർ എന്താണ്? പ്രൈമറി ഹെൽത്ത് സെന്റർ. ഹലോ, പറയൂ, പേരെന്താണ്? പ്രോബ്ലം ഉണ്ട്, ഞാൻ പറയാം, കേൾക്കുമെന്നറിയില്ല, പറയാ. പ്രൈമറി ഹെൽത്ത് സെന്റർ. പ്രൈമറി ഹെൽത്ത് സെന്ററിൽ അബൌട്ട് 5 ബെഡ്സ് ഉള്ള ഒരു ബിൽഡിംഗ് ആയിരിക്കും. 5 ബെഡുകളുള്ള ഒരു ചെറിയ ബിൽഡിംഗ് ആണ്. ഓക്കെ, പിന്നെന്താണ്? ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ആൻഡ് 14 പാരാമെഡിക്സ് ആൻഡ് സപ്പോർട്ടീവ് സ്റ്റാഫും. ഹലോ, ഓക്കെ, പറഞ്ഞോളൂ. 1-2 ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെന്താ പറഞ്ഞത്? 14 നഴ്സസ് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ എത്ര ക്ലസ്റ്റർ? എന്താണ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്? കൂട്ടം. ഓക്കെ, എത്ര സബ് സെന്ററുകളുടെ കൂട്ടത്തെയാണ് ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത്? 6 എണ്ണം. പിന്നെ അവർ എത്ര പേർക്കാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? എത്ര പേർക്കാണ്? 30,000 പീപ്പിൾസിനാണ് അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പ്രൈമറി ഹെൽത്ത് സെന്റർ PHC. അപ്പൊ PHC എവിടെ കണ്ടാലും പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് മനസ്സിലോട്ട് ഓടി വരണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പിന്നെന്താണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. എന്താണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞാല്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ CHC. സെക്കൻഡറി സന്ധ്യ. ഓക്കെ, PHC എന്താണ്? PHC പ്രൈമറി ഹെൽത്ത് സെന്റർ. then CHC എന്താണ്? CHC കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. അപ്പോ അത് ഏത് സെക്ടറിലാണ് വരുന്നത്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ സെക്കൻഡറി. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് പറയുന്നത് അതില്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഇത് സെക്കൻഡറി സെക്ടറിലാണ് വരുന്നത് എന്ന് പറഞ്ഞു. പിന്നെന്താണ്? എത്ര ആളുകൾക്കാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഹലോ, സന്ധ്യ കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നില്ലടാ? കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. അപ്പൊ സെക്കൻഡറി സെക്ടറിലാണ് ഇത് വരുന്നത്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. പിന്നെ എത്ര ആളുകൾക്കാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? 120,000. 120,000 പീപ്പിളിന്. പിന്നെ എന്തൊക്കെയാണ്? എത്ര ബെഡ്സ് ഉണ്ടായിരിക്കും? അറ്റ്ലീസ്റ്റ് മിനിമം 30 ബെഡ്സ് ഉണ്ടായിരിക്കും. അവിടെ ഓപ്പറേഷൻ തിയേറ്റർ, എക്സ്റേ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും. 4 മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ്. ഓക്കെ, അപ്പോ 30 ബെഡ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് മിനിമം ഏറ്റവും കുറഞ്ഞത് ഒരു 30 ബെഡെങ്കിലും ഉള്ള ഒരു ചെറിയ ബിൽഡിങ്ങിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, അത് സെക്കൻഡറി സെക്ടറിലാണ് വരുന്നത്. താലൂക്ക് ഹോസ്പിറ്റൽസ് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, 120,000 പീപ്പിളിന് ഇവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ലബോറട്ടറി, എക്സ്റേ ഫെസിലിറ്റീസ്, ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എന്താണ് ഇതിന്റെ MCQ അയച്ചേക്കാം കേട്ടോ, ഇതിന്റെ MCQ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ദ ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ അത് റീഡ് ചെയ്തിട്ട് വരിക. ഓക്കെ, അതോട് മേഡം ഒന്നുകൂടെ ഒരു ഉദാഹരണം അതേപോലെ ഇത് കഴിഞ്ഞിട്ട് വരുന്ന ടോപ്പിക് ആണ് ദ ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ. മാഡം, ഈ സബ് സെന്ററിന് ഒരു ഉദാഹരണം പറയാൻ പറ്റും? ഇപ്പൊ പ്രൈമറി ഹെൽത്ത് സെന്റർ ഒക്കെ നമ്മൾ ഓക്കെ ശരിയായി. ഈ സബ് സെന്ററിന് ഒരു ചെറിയൊരു ഉദാഹരണം. ഹോസ്പിറ്റൽ അല്ല, ഇപ്പൊ നമ്മൾ ഈ പ്രൈമറി ഹെൽത്ത് സെന്റർ ഒക്കെ നോക്കിയല്ലോ, അതേപോലെ ഒരു ചെറിയ ഹെൽത്ത് എന്ന് പറയില്ലേ? ഹെൽത്ത് നമ്മുടെ വീടിനടുത്തുള്ള ഹെൽത്ത് ഇല്ലേ? വർക്കേഴ്സ് ഒക്കെ ഉള്ള ഹെൽത്ത് ഇല്ല. അവിടെ നമ്മൾ കിടത്തി ചികിത്സ ഒന്നും ഇല്ലല്ലോ. ജസ്റ്റ് പോകാം, ഇമ്മ്യൂണൈസേഷൻ, വാക്സിൻ കൊടുക്കാനാണെങ്കിൽ വാക്സിൻ കൊടുക്കുക, തിരിച്ചു പോരാ, അത്രയല്ലേ ഉള്ളൂ അവിടെ.
ആ ആ ശരി. പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞാൽ കിടത്തി ചികിത്സിക്കുന്നുണ്ട് അവിടെ. മിനിമം അല്ലെങ്കിൽ 5 ബെഡ് ഉള്ള ഒരു ചെറിയ ബിൽഡിംഗ് ആണിത്. അവിടെ ഡോക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ ഇത്? ആ ആ ആ ശരി. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നെക്സ്റ്റ് ടോപ്പിക് ജസ്റ്റ് റീഡ് ചെയ്തിട്ട് വരാം കേട്ടോ. ദ ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ. മാം ഇപ്പൊ കഴിഞ്ഞത് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ എന്നുള്ള ചാപ്റ്റർ ആണോ? ഇപ്പൊ അത് കഴിഞ്ഞ് എടുത്തോണ്ടിരിക്കുന്നത് ഇപ്പൊ അതല്ലേ? അതെ അതെ, ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. അടുത്ത ക്ലാസ്സോടുകൂടി അത് കംപ്ലീറ്റ് ആവില്ലേ മാം? അത് കംപ്ലീറ്റ് ആവും. ഓക്കെ മാം. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? ഓക്കെ മാം. Okay. ഓക്കെ മാം. ഞാൻ ലീവ് ചെയ്ത് നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ് Thank you, ഓക്കെ. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.